ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് ബർക്കാമൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ CP രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ കൊല്ലം കളക്ടറും റൂറൽ പോലീസ് മേധാവിയും ചേർന്ന് വിലയിരുത്തി. 2500ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. HPV വാക്സിനേഷൻ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ അജ്മീറിൽ തുടക്കം കുറിച്ചു. വാക്സിനേഷനിൽ പങ്കെടുത്ത കുട്ടികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് സൗജന്യമായി നൽകും. രാജസ്ഥാനിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. കേരളത്തിലും ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകുകയാണ്. 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സാനന്ദിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാജ്യത്തെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ മെമ്മറി മൊഡ്യൂളുകളുടെ വാണിജ്യ ഉൽപ്പാദനത്തിനും കയറ്റുമതിക്കും ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതാണ് പദ്ധതി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ചടങ്ങിൽ പങ്കെടുക്കും. ശേഷം ഇന്ന് രാത്രിയോടെ പ്രധാനമന്ത്രി ചെന്നൈയിലെത്തും. നാളെ പുതുച്ചേരിയിലും മധുരയിലും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തിരുവനന്തപുരത്തെത്തി. ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപക ഡയറക്ടറും ചിന്തകനുമായിരുന്ന P. പരമേശ്വരന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ റീകോംബിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം അദ്ദേഹം അല്പസമയം മുൻപ് നാടിന് സമർപ്പിച്ചു. ഗുഡ്സ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൗകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം ഉടൻ നിർവഹിക്കും. വാർഷിക ശാസ്ത്രദിന പരിപാടിയും ശ്രീ ജിതേന്ദ്ര സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇറാനിൽ സംയുക്തമായി ആക്രമണം നടത്തി ഇസ്രായേലും അമേരിക്കയും. ഇറാനിലെ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാനിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കാനാണ് ഈ സൈനിക നീക്കമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അതേസമയം വടക്കൻ ഇസ്രായേലിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇറാഖും വ്യോമാതിർത്തികൾ അടച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. താമസ സ്ഥലത്തിനടുത്തുള്ള ഷെൽട്ടറുകളിൽ തുടരണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. അടിയന്തര സഹായത്തിന് +972 5475 20711 എന്ന നമ്പറിലോ cons1.telaviv@mea.gov.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് പുനരധിവാസം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടതായി പ്രിയങ്ക ഗാന്ധി MP. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.